ഹലോ കൂട്ടുകാരെ, ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മലപ്പുറം ജില്ലയുടെ വേക്കൻസി ലിസ്റ്റുമായിട്ടാണ്, ഏറ്റവും പുതിയ വേക്കൻസി ലിസ്റ്റുമായിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. എന്തെങ്കിലും സ്പെസിഫിക് ജോലി അല്ലെങ്കിൽ സ്പെസിഫിക് ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉറപ്പായിട്ട് ഞാൻ ഇന്ന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ വേക്കൻസിയിലേക്ക് കടക്കാം. നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ കൂട്ടുകാരെ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക. നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം. ആദ്യത്തെ വേക്കൻസി വന്നിരിക്കുന്ന ഡ്രൈവറിൻ്റെ വേക്കൻസിയാണ്. ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ആണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇത് ജോലി ടൈമിംഗ് ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് രാവിലെ 9 തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ വയസ്സ് പറഞ്ഞിരിക്കുന്നത് ബിലോ 50 വയസ്സെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 50 വയസ്സിൽ താഴെയുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സാലറി പറഞ്ഞിരിക്കുന്നത് 16,000 രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോട്ടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ നമ്പർ തന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി ആണെങ്കിൽ ഔട്ട്ഡോർ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ്. ഇത് മലപ്പുറം ഡിസ്ട്രിക്റ്റ് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. ഇതിൻ്റെ സാലറി പാക്കേജ് പറഞ്ഞിട്ടില്ല, അട്രാക്റ്റീവ് സാലറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഇത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, ഫുഡ് സപ്ലൈയിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്നവർക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല, ക്വാളിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇതിന് ആർക്കെങ്കിലും ജോലിക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അവിടുന്ന് അറിയാവുന്നതാണ്. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി ആണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഈ വേക്കൻസി നിലവിലുണ്ട്. ലൊക്കേഷൻ ആണെങ്കിലും മലപ്പുറം മഞ്ചേരി ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. മിനിമം 6 മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്ന് ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് മസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്, 6 മാസത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി ആണെങ്കിൽ മലപ്പുറത്ത് മഞ്ചേരിയിലേക്ക് വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് ഒരു ചൈനീസ് മാസ്റ്ററിനെ ആവശ്യമുണ്ട്. ചൈനീസ് ഫുഡ് ഉണ്ടാക്കുന്ന മാസ്റ്ററിനെ ആവശ്യമുണ്ട്. സാലറി പാക്കേജ് ഒന്നും പറഞ്ഞിട്ടില്ല, എക്സ്പീരിയൻസ് അത്യാവശ്യം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ നമ്പറുണ്ട്, ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് വേങ്ങരയിലേക്കാണ്. വേങ്ങരയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത്. ഇത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമുള്ള വേക്കൻസിയാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 10th എബോവ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. ടൈപ്പിംഗ് സ്കില്ലും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം. അപ്പം ഇതിൽ അടുത്തുള്ള ഈ മഞ്ചേരി ഈ വേങ്ങര ഭാഗത്ത് അടുത്തുള്ളവർ മാത്രമേ ഇത് അപ്ലൈ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കുക. കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങളെ വിളിച്ചറിയിക്കുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താനിയിലാണ്. അവിടെ താഴെ പറയുന്ന വേക്കൻസിയാണുള്ളത്. അതായത് സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സാലറി പറഞ്ഞിരിക്കുന്നത് 13,500 രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. 60 വയസ്സ് വരെ ഉള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതേ അല്ല. അപ്പോൾ ഫുഡ് അക്കോമഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. അപ്പോൾ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ ഇത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട്, കോൺടാക്ട് ചെയ്യുക. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി വന്നിരിക്കുന്ന ഒരു ലീഡിങ് പ്രൈവറ്റ് ബാങ്കിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. ഇത് ലോൺ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇത് ഓഫീസ് ജോബ് അല്ലെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഫീൽഡ് വർക്ക് ആയിരിക്കും വരിക. ഇത് മണാർക്കാട്, കോട്ടയ്ക്കൽ, ഒറ്റപ്പാലം ഈ 3 സ്ഥലങ്ങളിലേക്കാണ് ഉള്ളത്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് +2 എബോവ് ആണ്. +2 മുകളിലോട്ടുള്ള ആർക്കും ഇത് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 2 വീലർ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം, വിത്ത് ലൈസൻസ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിക്സഡ് സാലറിയാണ് പറഞ്ഞിരിക്കുന്നത്. 17,000 രൂപയ്ക്കും 12,000 രൂപയ്ക്ക് ഇടയിലാണ് വരിക. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും. നിങ്ങളുടെ ബേസിക് സാലറി അത്രേ വരുള്ളൂ. പിന്നെ ഇൻസെൻറ്റീവ് ആണെങ്കിൽ അപ് ടു 60K ആണ് പറഞ്ഞിരിക്കുന്നത്. 60,000 രൂപ വരെയാണ് ഇൻസെൻറ്റീവ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് കിച്ചൺ അസിസ്റ്റന്റിന്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് സ്ഥലം വന്നിരിക്കുന്ന പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. സാലറി പറഞ്ഞിരിക്കുന്നത് 24,000 രൂപ തൊട്ട് 30,000 രൂപ വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല.
നിങ്ങൾ അന്വേഷിച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യുക. താഴെ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പുല്ലാവന്തോളിയിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ ഒരു ജ്യൂസ് മാനുഫാക്ചറിങ് കമ്പനിയിലേക്കാണ്. വാൻ സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട്. സാലറി ഉണ്ട്, അതേപോലെ തന്നെ കമ്മീഷൻ ഉണ്ടാവും. ഓവർ ടൈം ചെയ്യാൻ പറ്റുന്നതാണ്. ഓവർ ടൈമിന് പ്രത്യേകം ക്യാഷ് ഉണ്ടാവും. പിന്നെ ഫുഡും താമസവും നിങ്ങൾക്ക് കമ്പനി നൽകുന്നതാണ്. അപ്പം ഇതിൽ ഫുഡ്, അക്കോമഡേഷന്, കമ്മീഷൻ, സാലറി, പിന്നെ ഓവർ ടൈം, ഇത് ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കമ്പനി നൽകുന്നതാണ്. സെയിൽസ് ഫീൽഡ് വർക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വർക്ക് എക്സ്പീരിയൻസ് സെയിൽസിൽ ഉണ്ടായിരിക്കണം. പിന്നെ 4 വീലർ ലൈസൻസ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ബാക്കി കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് മലപ്പുറത്ത് മഞ്ചേരി റൂട്ടിൽ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന ഒരു ലേഡീസ് ബ്യൂട്ടി പാർലറിലേക്കാണ്. അവിടെ ജോലിക്കാരെ നിരവധി ആവശ്യമുണ്ട്. എന്തൊക്കെയാണ് വേക്കൻസീസ് എന്ന് നിലവിൽ എനിക്കറിയില്ല. അപ്പം ഇതിൽ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട്, ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. എന്തൊക്കെ വേക്കൻസി ആണെന്നും എങ്ങനെയാണ് സാലറി പാക്കേജ് എന്നൊക്കെ അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ല. നിങ്ങളെല്ലാം അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്യുക. ഇന്നത്തെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ വേക്കൻസീസ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ജോബിൻ്റെ കാര്യങ്ങളോ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ജോലി അല്ലെങ്കിൽ സ്പെസിഫിക് ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഞാൻ ഉറപ്പായിട്ട് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.